ഗൈസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഒരു 10 ഗ്ലാസ്കോയിൽ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷമുള്ള ഓരോ ഡയറീസും മഞ്ജു ഇപ്പോൾ പറയുന്നത്. അയ്യോ മഞ്ജു, ഫ്ലൈറ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മീറ്റ് അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് മിസ് ആകുമായിരുന്നു, നമ്മളെ ട്രിപ്പ് മുടങ്ങായിരുന്നു. പക്ഷെ എന്തോ ഒരു ലക്കില് നമ്മൾ കറക്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അങ്ങ് ഓടി ഒരു 1/2 കിലോമീറ്റർ എങ്കിലും നമ്മള് എയർപോർട്ടിന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ടാവും ആ ഫ്ലൈറ്റിന്റെ സമയത്ത്, ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്താൻ വേണ്ടിട്ട്. ലാസ്റ്റ് അവിടെ നിന്ന് ആളടുത്ത് നമ്മള് ക്യൂ ആണ്. അത് യൂഷ്വലി ഇത്രയും ക്യൂ വേറെ ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് പോലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ക്യൂ. എയർപോർട്ടിൽ ഭയങ്കര ബെർമിംഗ്ഹാം എയർപോർട്ടായിരുന്നു, ഭയങ്കര ക്യൂ ഉണ്ടായിട്ട് ലാസ്റ്റ് അവിടെയുള്ള ഒഫീഷ്യൽ മറ്റേ ചങ്ങായിനടുത്ത് നമ്മള് സംസാരിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് ഫ്ലൈറ്റ് എടുക്കുന്നു പറഞ്ഞ് ഫ്ലൈറ്റ് കിട്ടില്ലായിരുന്നു. നമ്മള് ഇടയ്ക്കൂടെ അവരുടെ അടുത്ത് പോയിട്ടൊന്നും കടത്തി വിടുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് എന്തോ ഇതിൽ അവര് കയറ്റി വിട്ടു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ചെക്കിങ്ങിന്റെ ഇടയിൽ എന്തൊക്കെ ക്രീമും അതൊക്കെ അവര് പിടിച്ചിട്ട് അത് എന്താ പറയാ അങ്ങനെ സമയം പോയി. പിന്നെ ആകെ നമുക്ക് 2 മിനിറ്റ്സാ. നമുക്ക് ഗേറ്റ് ഏതാന്ന് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. ഓടായിരുന്നു, ഏതോ ഒരു ഡയറക്ഷനിൽ ഓടി, പോകുന്ന വഴിക്ക് ഗേറ്റ് തപ്പി. പിന്നെ എന്നിട്ട് നമ്മൾ ഓടി അങ്ങനെ എത്തി. ഭാഗ്യത്തിന് ഫ്ലൈറ്റ് മിസ്സായില്ല. പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സ്മൂത്ത് ആയി ഇതുവരെ പോയി. നമ്മള് അവിടെ നിന്ന് ഗ്ലാസ്കോന്ന് എയർപോർട്ടിൽ നമ്മള് വണ്ടി റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. വണ്ടി എന്താന്ന് വെച്ചാൽ ഞാൻ ബുക്ക് ചെയ്തത് സി ക്ലാസ് ആണ്, മെർസിഡീസ് സി ക്ലാസ് ആണ് ബുക്ക് ചെയ്തത്. അപ്പം അതിന് ടോട്ടൽ 4 ഡേയ്സിലേക്ക് എനിക്കായത് 260 പൗണ്ട്സ് ആണ് 4 ദിവസത്തേക്ക് എനിക്കായത്. അപ്പോൾ 4 ദിവസത്തേക്ക് അത് ബുക്ക് ചെയ്തു. അതിന് പുറമെ ഞാൻ എന്താ പറയുക, ഞാൻ സ്കൈ സ്കാനർ എന്നാണ് ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റിൻ്റെ കൂടെ തന്നെ ഇതും സ്കൈ സ്കാനറിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് ബുക്ക് ചെയ്തപ്പം അതിൻ്റെ അകത്ത് ഒരു കവറേജും കൂടി ഞാൻ ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കാർ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് എക്സസ് നമ്മുടെ എമൗണ്ട് അടക്കണം. ഇപ്പം എന്താ പറയുക, ചെറിയ സ്ക്രാച്ച്, അവരൊരു ഇത്രയുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കാർഡ്ബോർഡ് പോലത്തെ അല്ല ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സ്ക്രാച്ചിൻ്റെ ലെങ്ത്തൊക്കെ അത് വെച്ചിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് ആ ഒരു സാധനത്തിൽ കൂടുതൽ നമ്മൾ സ്ക്രാച്ചായി എന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സസ് എമൗണ്ട് അടക്കണം. എക്സസ് എമൗണ്ട് ഓൾമോസ്റ്റ് 1800 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇൻഷുറൻസ് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. തേർഡ് പാർട്ടി മീൻസ് തേർഡ് പാർട്ടിക്കുള്ളതല്ല, ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡർ തരുന്ന ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസോ ആക്സിഡൻറ്റോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ആ ഒരു പാർട്ടി നമുക്ക് ആ ഒരു എക്സസ് എമൗണ്ട് അടക്കാൻ വേണ്ടിയിട്ടുള്ള കവറേജ് നമുക്ക് തരും. അങ്ങനെയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അപ്പോൾ അവിടുന്ന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടുന്ന് കാറ് ബുക്ക് ചെയ്തത് സി ക്ലാസ് ആണ്. സി ക്ലാസ് എടുത്തപ്പം അപ്പോൾ അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് സി ക്ലാസ് തരില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് 30 years ഓഫ് ഏജ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ സി ക്ലാസ് തരുള്ളൂ. ഞാൻ 29, 29 വയസ്സും 5-8 മാസമായി നിൽക്കുകയാണ്. വേറെ വണ്ടി തരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കിട്ടിയത് മസ്താൻ്റെ ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, വളരെ നല്ല സ്പേഷ്യസും കംഫർട്ടായിട്ടുള്ള വളരെ നല്ല ഒരു വണ്ടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇൻവർനസ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഇന്നലെ നൈറ്റ് സ്റ്റേ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻവർനസ് ആയിരുന്നു. അപ്പോൾ ഇൻവർനസിൽ അത്യാവശ്യം 250 മൈൽ ഓടിക്കാനുണ്ട്. അതും ഒരു 4-5 ലൊക്കേഷൻസ് നമ്മൾ വ്യൂ പോയിന്റ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയിലൊക്കെ വ്യൂ പോയിന്റ്സ് ഇട്ട് നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത്. മഞ്ജു ബാക്കി ഓക്കെ. അപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ നേരെ ഫസ്റ്റ് പോയത് സ്ഥലത്തിന്റെ പേരൊന്നും വേണ്ട, ആദ്യം പറഞ്ഞോ. അല്ല, ഇവിടെ ഈ നമ്മൾ പോയ കംപ്ലീറ്റ് ഐറ്റിനറി ഒരു പ്രോപ്പർ ഒരു എന്താ പറയാ, ഒരു മാപ്പിൽ ഓരോ ലൊക്കേഷൻസ് കാണിച്ചിട്ടുള്ള ഒരു ടൂർ പ്ലാൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം, പേഴ്സണലി അങ്ങനെ വെച്ച് അയച്ചുതരാം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അത് ചെയ്താൽ ഞാൻ അയച്ചുതരാം. കംപ്ലീറ്റ് ലൊക്കേഷൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇത് 2 റൂട്ടാണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൽ ഹൈലാൻഡ്സിൽ NC500 റൂട്ടാണ്. അത് വെച്ചാൽ ഇൻവർനസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലൂടെ കറങ്ങി തിരിച്ച് ഇൻവർനസിലേക്ക് തിരിച്ചെത്തുന്നത് ഒരു റൂട്ട്. പിന്നെന്ന് പറഞ്ഞാൽ താഴെ ഗ്ലാസ്കോന്ന് സൈഡിലൂടെ കംപ്ലീറ്റ് കറങ്ങി ഇൻവർനസ് നിന്ന് തിരിച്ച് ഗ്ലാസ്കോയിലേക്ക് എത്തുന്ന 2ാമത്തെ റൂട്ട്. നമ്മളിപ്പം പോയത് 2ാമത്തെ റൂട്ടാണ്. കാരണം ഞങ്ങളിൽ ആകെ 4 ദിവസം എനിക്ക് ടൂറിന് മാക്സിമം ടൈം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 2 വർക്കിംഗ് ആണ്. 2 ലീവൊക്കെ നോക്കിയിട്ട് 4 ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ NC500 നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോകും. പെട്ടെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും, പക്ഷെ അതിൽ എന്താ പറയുക,
ഈ 4 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതൊരു 700 മൈല് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന റോഡ് ട്രിപ്പാണ്. അപ്പോൾ അറിയാലോ, ഒരു 7 ഡേയ്സ് 6 ഡേയ്സ് എങ്കിലും നമ്മൾ എടുത്ത് മെല്ലെ പതുക്കെ നിന്ന് ഇരുന്ന് കണ്ട്, പിന്നെ ഹൈക്കിംഗ് ഒക്കെ വരുന്ന ഒരു എന്താ പറയുക ഒരു ലൊക്കേഷൻസ് ആണ് ഈ NC500 റോഡ് ട്രിപ്പിലുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ പിന്നീടൊക്കെ പ്ലാൻ ചെയ്തത്, കാരണം 7 ദിവസം മിനിമം സമയം നമുക്ക് അതിന് വേണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടുത്തെ സ്കോട്ട്ലാൻഡിൽ ഇതുവരെ കണ്ട വ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മളുടെ ഇവിടുത്തെ നേച്ചറിൻ്റെ ഒരു ക്രിയേഷൻ എന്നൊക്കെ പറയില്ലേ, അത്രയും വണ്ടടിച്ച് കാണാവുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുറേ ഈ സ്കോട്ട്ലാൻഡിലെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസും കവർ ചെയ്തേക്കുന്ന വിൻ്ററൊക്കെ ആയിരിക്കും. കുറേയൊക്കെ അല്ലാത്തതുണ്ട്, പക്ഷേ വിൻ്ററിലുള്ള മറ്റേ നമ്മളുടെ ഈ മൗണ്ടെയിനൊക്കെ ഇങ്ങനെ സ്നോ നിറഞ്ഞ് നിൽക്കുന്ന ആ വ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓക്കെ സ്കോട്ട്ലാൻഡിൽ നിന്നൊക്കെയുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഓക്കെ നമ്മൾ വിൻ്റർ എൻഡ് ചെയ്ത് സമ്മർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എങ്ങനെയായിരിക്കും വ്യൂസ് എന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഏത് സീസണിൽ വന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേച്ചറിൽ ലൈക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വ്യൂസാണ് ഇവിടെ ഉള്ളത്. ഒരു സൈഡിൽ നിറയെ എന്താ പറയുക, കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലവേഴ്സ്, അതൊക്കെ താനുണ്ടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ്, പല പല കളറിലുള്ള ലീവ്സ്. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ റിവർ, ഒരു സൈഡിലാണ് ഈ മൗണ്ടെയിൻ, പിന്നെ നല്ല അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന റോഡ് ഒക്കെ അടിപൊളി വ്യൂ ആണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, മിസ്സാക്കാൻ പറ്റൂല. നമ്മൾ എനിക്കറിഞ്ഞൂടെ ക്യാമറയിലോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി ആ ബ്യൂട്ടി അങ്ങ് ക്യാപ്ചർ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ആ രസം നമുക്ക് ഒരിക്കലും ഏത് വീഡിയോയിലും. ഞാൻ ഇതിനു മുന്നേ അന്റാലിയ പോയിട്ടില്ല മഞ്ജു. അന്റാലിയ പോയിട്ടുള്ള ആ ഒരു രസം, ബ്യൂട്ടി ചില സൈഡ് ലൊക്കേഷൻസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്റാലിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ടച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി എവിടെയും ഈ ഒരു റോഡ് ട്രിപ്പിൽ ചില ഒക്കേഷൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ അന്റാലിയ പോയിട്ടില്ല, പക്ഷെ സ്കോട്ട്ലാൻഡിന്റെ വ്യൂസ് ശരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഓക്കെ ഒരു വ്യൂ പോയിന്റ്, അതിലപ്പുറം നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണുന്നതെല്ലാം ഒരു അങ്ങനെ ഒരു എന്താ പറയുക അടിപൊളി വ്യൂസ് ആണ്. നമ്മൾ വണ്ടി നിർത്തി കാണുന്നൊന്നുമില്ല. നമുക്ക് രണ്ട് സൈഡ് നോക്കി എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നല്ല പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാം. ഭയങ്കര കാമാണ് ഇവിടുത്തെ കണ്ടേക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരായാലും അല്ലെങ്കിൽ ആ ഒരു ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മളെ കാമാക്കുന്നതാണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് പോകാം. അടിപൊളിയാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പം നമുക്ക് ഈ മേജർ ടൗൺസോ സിറ്റീസ് ഇതിൻ്റെ ഇടയിലില്ല. ഇപ്പം ഗ്ലാസ്ഗോ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സിറ്റി പറഞ്ഞാൽ ഇൻവർനെസ്സേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു ഫുൾ സ്ട്രെച്ചിൽ ഇൻവർനെസ് പിടിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിർത്താം. ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹൈലാൻഡ്സ് ആണ്. വളരെ ചെറിയ ടൈപ്പ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഫാം ലാൻഡ്സ്, ഇങ്ങനെയുള്ള മലകൾ, കുന്നും നിരക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിനകത്ത് എയർബിഎൻബീസ് ചിലതുണ്ടാവും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു ദിവസത്തേക്ക് 160-170 പൗണ്ട്സാണ് അവർ ചാർജ് വയ്ക്കുന്നത്. അതാണ് തീരെ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു കാര്യം കൂടി നോക്കണ്ടേ. ഇപ്പം ഈ സെയിം കാര്യം ഇപ്പം ഞാനിപ്പോൾ NC500 റോഡ് ട്രിപ്പ് ചെയ്യുമ്പം ഇതിനേക്കാളും കുറച്ചുകൂടി ഇഷ്യൂസ് ചിലപ്പോൾ ഫേസ് ചെയ്തേക്കാം. കാരണം അത് കംപ്ലീറ്റ്ലി ഇതിനേക്കാളും ഹൈലാൻഡ്സ് ആണ്. ഇതിനേക്കാളും ശരിക്കും ഹൈലാൻഡ്സ് പറഞ്ഞാൽ NC500 ആണ് പറഞ്ഞു വരുന്നത്, പക്ഷേ കുറച്ചുകൂടി റൂറലാണ് NC500 ട്രിപ്പ്. അപ്പം അങ്ങനത്തെ കേസിൽ സ്റ്റേ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ്, ഗ്രോസറീസ്, എന്തെങ്കിലും കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ട് എന്തായാലും കാറിൽ വെള്ളമൊക്കെ മസ്റ്റായി മേടിച്ച് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ വെച്ചിട്ട് നമുക്കൊന്നും ഒരു ഷോപ്സ് പോലും കാണില്ല, അല്ലെങ്കിൽ വീടുകളൊന്നും കാണില്ല. ഒരു പെട്രോള് തീർന്നു പോയി എന്താ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. നിയർ ബൈ ഉണ്ടാവും, പക്ഷെങ്കില് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഫുൾ ടാങ്ക് അടിച്ച് വന്നാണ്, പക്ഷെ അങ്ങനെ ഒരു കേസും വന്നേക്കാം. മേജർ ഇഷ്യൂ റേഞ്ച് ആണ്. നമ്മളെ ഫോണിൽ അപ്പൊ നമ്മള് മാപ്പ് ഒക്കെ ആണെങ്കിൽ എന്താ ഡൗൺലോഡ് ചെയ്തിടുവോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആക്കിയിടുവോ ഒക്കെ സെറ്റ് ചെയ്ത് നോക്കി റെഡിയാക്കി വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. നമുക്ക് വഴിയിൽ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അല്ല, കാറിൽ മാപ്പ് ഉണ്ട്. അത്യാവശ്യമുള്ള കേസസിലാണെങ്കിൽ കാറിന്റെ ഇൻബിൽഡ് നാവിഗേഷൻ, എങ്ങോട്ടാണ് പോകേണ്ടത് സ്ഥലങ്ങളൊക്കെ പ്ലാൻ വേണം. അല്ലെങ്കിൽ പോസ്റ്റ് കോഡൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അതാണ് ഇപ്പം ദ ഡേ 2. ഞങ്ങളുള്ളത് ഇൻവർനെസ്സിലാണ്. ഇൻവർനെസ്സിൽ നിന്ന് ഒരു റൗണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 വ്യൂ പോയിന്റ്സ് ഇന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പം മോർണിംഗ് എന്താ പറയുക, സബ്വേ എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്.
ഇങ്ങനത്തെ കുറച്ച് ഷോപ്സ് ഉള്ളത് സത്യം പറഞ്ഞ ഒരു ഇംഗ്ലണ്ടിന്റെ ഭയങ്കര ഗുണമാണ്. ഞാൻ ആദ്യം യു കെയിൽ വന്നപ്പം അയ്യോ ഇത്രയും എക്സ്പെൻസീവ് ആണ് ഓരോ ഷോപ്സും ഇവിടെ, 5 പൗണ്ട് 6 പൗണ്ടൊക്കെ നമ്മൾ ഇത്ര കൊടുക്കണമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നതിന് ശേഷം ഇങ്ങനത്തെ ഷോപ്സ്, സബ്വേ, എന്താ പറയുക, KFC ഇങ്ങനെയുള്ള ഷോപ്സ് ഒരു അനുഗ്രഹമായിട്ട് പിന്നെ മാറും. കാരണം ബാക്കി സ്ഥലങ്ങളിൽ വേറെ എന്താ പറയുക ഷോപ്പുകൾ, സാധാ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു മീലിന് 15-18 പൗണ്ട്സ് 20 പൗണ്ട്സ് ഒക്കെയാണ് റേറ്റ് പറയുക. അപ്പം ഈ എന്താ പറയുക, ഈ മെക്ഡൊണാൾഡ്സ് ഭയങ്കര ചീപ്പാണ്. ഇവിടെ KFC, സബ്വേ ഇങ്ങനത്തെ ഒക്കെ നോക്കുമ്പം 8 പൗണ്ട്സ് 6 പൗണ്ട്സ് 7 പൗണ്ട്സിനൊക്കെ ഒരു മീലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. എല്ലാം എന്താ അതും ഒരുവിധം എന്താ ടൗണിൽ കയറി കഴിച്ചു. പിൻവർണ്ണ സത്യത കൊണ്ടാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹൈലാൻഡ്സ് ഏരിയാസിലുള്ളപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല. അതും ഒരു ഇഷ്യൂ ആണ്. അപ്പം ഫുഡ് കരുതേണ്ടി വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാണാം.